Hello, my dear students. Once again, I am very happy to stand in front of you with a new chapter. This one, chapter number 5, Magnetism and Matter. Already you have learned magnetic effects of electric current. Magnetic effects of electric current il ningal endakku padichadu? While current flows through a wire, it will produce magnetic field. അതായത് മൂവ് ചെയ്യുന്ന ചാർജുകൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതല്ലേ നിങ്ങൾ മെയിൻലി പഠിച്ചത്. ഓസ്റ്റഡ്, ആംബിയർ, ബയോട്ട്, സവാട്ട് ഇവർ നടത്തിയ ഒബ്സർവേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻലി പഠിച്ചത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾ ചില ഇമ്പാക്റ്റുകൾ, അതായത് മാഗ്നറ്റിക് എഫക്ട്സിൻ്റെ ചില ഇമ്പാക്റ്റുകൾ, ലൈക്ക് ടോർക്ക് പഠിച്ചു, അതുപോലെ തന്നെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിലേക്കാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൻഷ്യൻ ഗ്രീക്ക് പീപ്പിൾ. നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ട്? അവർ മഗ്നീഷ്യ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാം. മഗ്നീഷ്യ, അവിടെ അവർ നടന്നു പോകുന്ന സമയത്ത് അവരുടെ വുഡൻ ഷൂ വിത്ത് അയൺ നെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗോട്ട് സ്ട്രക്ക് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം ആയിട്ട് പറയുന്നത് എർത്ത് ഓൾറെഡി എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള റീസൺ എന്താണ്? ഇതൊക്കെയാണ് ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ NCERT ബുക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ മെയിൻ ഡിസ്കഷൻ ടോപ്പിക്സ് നോക്കാൻ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? യെസ്, ഫസ്റ്റ് നമ്മൾ പോകുന്നത് എന്തിലോട്ടാണ്? ബാർ മാഗ്നറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ സോളിനോയിഡ് പഠിച്ചിട്ടുണ്ട്. സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫീൽഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വെൽ ഇൻസൈഡ് റീജിയൻ ആണെങ്കിൽ μ0 Ni, ഔട്ട്സൈഡ് പോയിൻ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി 0. ഈ സോളിനോയിഡിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് ബാർ മാഗ്നറ്റ്. നമ്മളതിനെ മാഗ്നറ്റിക് ഡൈപോൾ എന്നാണ് പറയുക. സോളിനോയിഡും ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്, ബാർ മാഗ്നറ്റും ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ഗോസസ് ലോ. ഈ ഗോസസ് ലോ നമ്മൾ എന്തിനു വേണ്ടി സഹായിച്ചിരുന്നു? പല ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റുകൾ, ചാർജ് കോൺഫിഗറേഷൻസ് ഉണ്ടാക്കുന്ന ഫീൽഡ് കാണാനാണ് നമ്മൾ മെയിൻലി ഗോസസ് ലോ ഉപയോഗിച്ചിരുന്നത്. മാഗ്നറ്റിസത്തിലും ഒരു ഗോസസ് ലോ ഉണ്ട്, പക്ഷേ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ദെൻ എർത്ത്സ് മാഗ്നറ്റിസം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് NCERT ബുക്കിൽ. ഇത് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ആ ഫീൽഡ് കാരണം നമുക്കുണ്ടാവുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ് ഒക്കെയാണ് അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അവിടേക്ക് വരുമ്പോഴാണ് ഓരോ സബ്സ്റ്റൻസുകൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് അവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചു കാണും, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അത് ഞാൻ പറഞ്ഞല്ലോ മെയിൻലി 3 നമുക്ക് പഠിക്കാനുള്ളൂ. ഡയ, പാരാ, ഫെറോ. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ കൺസെപ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മളിവിടെ കൂടുതലും അതിൻ്റെ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി മാത്തമാറ്റിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ. ദെൻ ലാസ്റ്റ് പെർമനൻറ്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്സ്. ബാർ മാഗ്നറ്റ് കാണാത്ത കുട്ടികളാരും ഉണ്ടാവില്ല. പല ടൈപ്പ് ബാർ മാഗ്നറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹോഴ്സ് ഷൂ മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്. യു ഷേപ്പിലുള്ള മാഗ്നറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതെല്ലാം നമ്മുടെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ത്, ആ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, ടെമ്പറേച്ചറിനനുസരിച്ച് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ചേഞ്ച് ആവും, അതൊക്കെ എൻഡ് ഓഫ് ദി ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആൻഷ്യൻ്റ് ഇയേഴ്സ്, ആ കാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുള്ള ചില ഒബ്സർവേഷൻസ്, ആ ഒബ്സർവേഷൻ വെച്ചാണ് NCERT ബുക്കിൽ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, എല്ലാവരും NCERT പേജ് നമ്പർ 174, സം ഓഫ് ദി കോമൺലി നോൺ ഐഡിയാസ് റിഗാർഡിംഗ് ദ മാഗ്നറ്റിസം ആർ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് മാഗ്നറ്റിസം. എർത്ത് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് പോയിൻറ്റിംഗ് അപ്രോക്സിമേറ്റ്ലി ഫ്രം ജോഗ്രഫിക് സൗത്ത് ടു നോർത്ത്. എർത്ത് സ്വയം എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഒരു ഹ്യൂജ് മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. റീസൺ പറയപ്പെടുന്നത് എർത്തിൻ്റെ ഇന്നർ കോറിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ മെറ്റൽസ് ഉണ്ട്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ചിലതെല്ലാം ഫെറോ മാഗ്നറ്റിക് ആറ്റംസ് എന്നാണ് പറയാം. ഈ ആറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് കറണ്ട് ലൂപ്പുകൾ ഉണ്ടല്ലോ. കറണ്ട് ലൂപ്പുകൾ, അതായത് ഇലക്ട്രോൺ കറങ്ങുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവുന്നു. ആ കറണ്ട് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. M = I × A. അപ്പോൾ കറണ്ട് ലൂപ്പുകൾ ആരായിട്ട് ബിഹേവ് ചെയ്യുന്നു? കറണ്ട് ലൂപ്പുകൾ
ടൈനി മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഈ ടൈനി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ട് ലൂപ്പുകൾ അവരായിരിക്കണം എർത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് റീസൺ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ എർത്ത് ഇറ്റ് സെൽഫ് ബിഹേവ്സ് ആസ് എ ഹ്യൂജ് മാഗ്നറ്റ് ഡ്യൂ ടു ദി സർക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ ഇന്നർ കോർ ഓഫ് എർത്ത്. ഈ ഫിനോമിനനെ നമ്മൾ ഡൈനാമോ എഫക്റ്റ് എന്നാണ് പറയുക. ഡൈനാമോ എഫക്റ്റ്. ഈ ഡൈനാമോ എഫക്റ്റ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും സെഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എർത്തിൻ്റെ ഫീൽഡിനെ കുറിച്ചൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾക്കറിയാം ഈ പോയിൻ്റാണ് ആര്? നോർത്ത് പോൾ, ജോഗ്രഫിക് നോർത്ത് പോൾ. ഹിയർ ജോഗ്രഫിക് അതുപോലെ തന്നെ സൗത്ത് പോൾ. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ കണ്ടു. ദെൻ അല്പം ടിൽട്ടായിട്ട് നമ്മൾ നോക്കും, വേറൊരു ലൈൻ കൂടെ വരച്ചിട്ടുണ്ട്. ആ ലൈനകത്ത് നമ്മളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു മാഗ്നറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതാ ആക്ച്വലി അങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടോ? ഇതാ സൗത്ത് പോളെന്നും നോർത്ത് പോളെന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടോ വെച്ചാൽ അങ്ങനെ ഒരു മാഗ്നറ്റ് ഒന്നുമില്ല. ഇറ്റ്സ് ആൻ അസംഷൻ. അതായത് നമ്മൾ എർത്തിൽ നടത്തിയിട്ടുള്ള പല എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായത് എർത്ത് എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വരച്ചു. അപ്പോൾ ഫീൽഡ് ലൈൻസ് പോകുന്നത് നോക്കൂ. ഫീൽഡ് ലൈൻസ് പോകുന്നത് വരച്ചിരിക്കും നോക്കൂ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ അവരെല്ലാം ഇവിടേക്ക് വരുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, നോർത്ത് പോളിന് തൊട്ടടുത്തായിട്ട് ആര് വരും? MN കണ്ടോ? അതായത് നോർത്തിലുള്ള മാഗ്നറ്റിക് പോൾ. നോർത്തിലുള്ള മാഗ്നറ്റിക് പോൾ ആക്ച്വലി അവിടെ വരുന്നത് സൗത്ത് പോളാണ്. സൗത്ത് പോളാണ്. ഇവിടെ നോർത്ത് പോളും വരുന്നു. അപ്പം നിങ്ങൾക്കറിയാം ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരാം, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. ഇതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോൾസിലാണ് താമസിക്കുന്നതെങ്കിൽ, ഒരാളിപ്പോൾ പോളിലാണ് താമസിക്കുന്നത്, ഒരാൾ ഇതാ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പോയി ഇതാ കറങ്ങി ഇങ്ങനെ അയാളുടെ തലയിലൂടെ കയറി വരും. അതായത് അയാൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അയാളുടെ തലയിലൂടെ തുളച്ച് കയറി പോകുന്ന പോലെ ഇരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതുപോലെ തന്നെ അതാ ഈ സൈഡിലാണ് താമസിക്കുന്നതെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതായത് ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ വരുന്നു. അതായത് അയാളുടെ ബോഡിയിലൂടെ കയറി വരുന്നത് പോലെ. പക്ഷെ നമുക്കറിയാം നമ്മൾ താമസിക്കുന്നത് പോൾസിലല്ല. നമ്മൾ താമസിക്കുന്നത് ഏകദേശം ഇക്വേറ്ററിലല്ല. ഇക്വേറ്റർ ഈ റീജിയനിലാണ്. അതായത് ഇക്വേറ്റർ റീജിയനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടായിരിക്കും ഫീൽഡ് ലൈൻസ് പോവുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. Earth itself behaves as a huge magnet due to the circulating electric current in the core, and the phenomenon is called dynamo effect. കേട്ടോ? പിന്നെ എർത്തിൻ്റെ ഫീൽഡ് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? അതായത് എർത്ത് ഉണ്ടാക്കുന്ന ഫീൽഡ് എല്ലാ ഭാഗത്തും ഈക്വൽ ആണോ? അതും പഠിപ്പിക്കും. ഈക്വൽ അല്ല, എക്സാക്ട്ലി ഈക്വൽ അല്ല. കാരണം ഈ ബാർ മാഗ്നറ്റിൻ്റെ ഈ ആക്സിയൽ ലൈൻ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളിലൊക്കെ ഫീൽഡ് സ്ട്രോങ്ങും അതുപോലെ ഇക്വേറ്റർ റീജിയനിലെല്ലാം ഫീൽഡ് ഇത്തിരി വീക്കുമാണ്. പക്ഷേ നമ്മളിപ്പോൾ കേരളമായാലും അത് തമിഴ്നാടായാലും കർണാടക അങ്ങനെയൊക്കെ നോക്കിയാൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരേ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എർത്തിൻ്റെ ഫീൽഡ് യൂണിഫോം ഫീൽഡാണ് നമ്മൾ പറയാറുണ്ട്. ഒരു സെർട്ടൈൻ റീജിയൻ എടുക്കുകയാണെങ്കിൽ ആ റീജിയനിലെ എർത്തിൻ്റെ ഫീൽഡ് നമ്മൾ യൂണിഫോം ഫീൽഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എർത്തിൻ്റെ ഫീൽഡ് യൂണിഫോം ഫീൽഡ് അല്ല. നമുക്കറിയാം ഇക്വേറ്ററിലെ ഫീൽഡും അതുപോലെ പോൾസിലുള്ള ഫീൽഡും എക്സാക്ട്ലി സെയിം അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. എർത്ത് മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ബാർ മാഗ്നറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ജോഗ്രഫിക് മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ. ഇതിനെ ബേസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നു. നമ്മൾ താമസിക്കുന്നത് ഏകദേശം ഈ ഭാഗത്താണ്. ഇക്വേറ്ററിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇക്വേറ്ററിൽ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോകും? എർത്തിൻ്റെ സർഫസിന് പാരലായിട്ട് പോകുന്നു. എന്നാൽ പോൾസിലാണെങ്കിൽ എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എർത്തിൻ്റെ സർഫസിന് പാരലായിരിക്കും, ചില സ്ഥലങ്ങളിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് പാരലായി നിൽക്കുന്ന സ്ഥലം നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുക. ആ ഭാഗം ഇക്വേറ്റർ. അതുപോലെ ഫീൽഡ് ലൈൻസ് എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലം നമ്മൾ പോൾസ് എന്ന് പറയും കേട്ടോ. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, ദെൻ അടുത്ത ഒബ്സർവേഷൻ എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വെൻ എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ്, ഫ്രീലി സസ്പെൻഡഡ് കേട്ടോ, ഫ്രീലി സസ്പെൻഡഡ് എന്താ സംഭവിക്കുക? ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഇറ്റ് പോയിന്റ്സ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഇതാണ് ഒരു മാഗ്നറ്റ് എന്ന് വിചാരിച്ചു, ഞാൻ ഇവനെ ചുമ്മാ കെട്ടിത്തൂക്കി. എർത്തിൻ്റെ സർഫസിൽ ഞാൻ അവനെ കെട്ടിത്തൂക്കിയിട്ടു. എന്ത് സംഭവിക്കും? ലൈക്ക് ദിസ്.
അത് ഏത് ഡയറക്ഷനിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്? ദ ടിപ്പ് വിച്ച് പോയിന്റ്സ് ടു ജോഗ്രഫിക് നോർത്ത് ഈസ് കാൾഡ് നോർത്ത് പോൾ ആൻഡ് വിച്ച് പോയിന്റ്സ് ടു ദ ജോഗ്രഫിക് സൗത്ത് ഈസ് കാൾഡ് സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഫ്രീ ആയി കെട്ടിത്തൂക്കിയിട്ടാൽ നമ്മൾ കണ്ടിട്ടുള്ള ഒബ്സർവേഷൻ എന്താ? ആ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് എർത്തിൻ്റെ സർഫസിന് എങ്ങനെയായിരിക്കും? പാരലായിട്ടാണ് നമ്മുടെ അവിടെ നിൽക്കുക. കാരണം നമ്മൾ താമസിക്കുന്നത് വെരി ക്ലോസ് ടു മാഗ്നറ്റിക് ഇക്വേറ്റർ. അതായത് നമ്മൾ താമസിക്കുന്ന കേരളം, അതായത് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, അവിടെ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് അപ്രോക്സിമേറ്റ്ലി എർത്തിൻ്റെ സർഫസിന് പാരലാണ്. പോൾസിൽ പോയ പെർപെൻഡിക്കുലറാണ്. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അത് എങ്ങനെ വന്ന് നിൽക്കും? എർത്തിൻ്റെ ഫീൽഡ് ഉണ്ടല്ലോ, നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വന്ന് നിൽക്കും. ഓർമ്മിച്ച് വെച്ചോളൂ, നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ എർത്തിൻ്റെ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് എർത്തിൻ്റെ സർഫസിന് പാരലൽ ആയതുകൊണ്ടാണ് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ട് മാഗ്നറ്റ് വന്ന് നിൽക്കുന്നത്. എന്നാൽ ഇതേ മാഗ്നറ്റുമായിട്ട് നിങ്ങൾ പോൾസിൽ പോയാൽ അയാൾ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുക. കാരണം അവിടുത്തെ ഫീൽഡ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ ഒബ്സർവേഷൻ എവിടെയുള്ള കാര്യമാണ്? നമുക്ക് ഇവിടുത്തെ നമ്മുടെ മാഗ്നറ്റിക് ഇക്വേറ്ററിലെ കാര്യമാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, വെൻ എ ബാർ മാഗ്നറ്റ് ഈസ് ഫ്രീലി സസ്പെൻഡഡ് ഇറ്റ് പോയിന്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എർത്തിൻ്റെ ഫീൽഡ് എവിടുന്ന് എവിടേക്കാണ്? എർത്തിൻ്റെ ഫീൽഡ് നേരത്തെ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നില്ലേ? അതായത് ജോഗ്രഫിക് സൗത്തിൽ നിന്നും ജോഗ്രഫിക് നോർത്തിലോട്ടാണ്. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് എർത്ത് ആംഗിൾ, ഇത് ജോഗ്രഫിക് നോർത്ത്, ഇത് ജോഗ്രഫിക് സൗത്ത്. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ഏത് പോളാണ് വരുന്നത്? ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും. ഇപ്പോൾ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ പുറത്തോട്ട് പോകണം, ഇവിടെ ഉള്ളിലോട്ട് വരുന്നു. ഇങ്ങനെ പോകുന്ന ഫീൽഡ് ലൈൻ ഇതാ ഇങ്ങനെ കയറി വരുന്നു. ഇങ്ങനെ പോണ ഫീൽഡ് ലൈൻ ഇതാ ഇങ്ങനെ കയറി വരുന്നു. ഈ റെഡ് കളറിൽ വരയ്ക്കുന്നതെല്ലാം ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുപോയാൽ ചില അതാവൻ എങ്ങനെ നിൽക്കും? ഇവിടെ വെച്ചാൽ എങ്ങനെ നിൽക്കും? ഇവിടെ വെച്ചാൽ എങ്ങനെ നിൽക്കും? ഇവിടെ വെച്ചാൽ എങ്ങനെ നിൽക്കും? ഇവിടെ വെച്ചാൽ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? ബാർ മാഗ്നറ്റ് എങ്ങനെ വന്ന് നിൽക്കും? നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കീപ്പ് ചെയ്യും. ഓക്കെ, ഓർമ്മിക്കാം. ദ ടിപ്പ് വിച്ച് പോയിന്റ്സ് ടു ദ ജോഗ്രഫിക് നോർത്ത് is called north pole and tip which points to the geographic south is called south pole of the magnet. Simple ആയിട്ട് ഇത്രയും ഓർമ്മിക്കുക. When you suspend a magnet freely in an external field, it align in the direction of net magnetic field there. ഓൾറെഡി അവിടെ ഒരു ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വന്ന് നിൽക്കും. അതിപ്പോൾ എർത്തിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. എർത്തിൻ്റെ ഫീൽഡ് എവിടെ നിന്ന് എവിടേക്കാണ്? ജോഗ്രഫിക് സൗത്തിൽ നിന്നും ജോഗ്രഫിക് നോർത്തിലോട്ട് ആയതുകൊണ്ട് ആ ഡയറക്ഷനിൽ ആര് വന്ന് നിൽക്കും? മാഗ്നറ്റ് വന്ന് നിൽക്കും. പിന്നെ പ്ലേസ് ടു പ്ലേസ് അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറും. സ്ഥലം ഏതാണെന്ന് പറഞ്ഞാലേ അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. ദെൻ തേർഡ് പോയിൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് ലൈക്ക് പോൾസ് അട്രാക്ട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? തേർഡ് പോയിൻ്റ് ഇതാ. There is a repulsive force when north poles or south poles of two magnets brought close together. നോർത്ത് പോളും അടുത്തടുത്ത് വന്നാൽ അവർ റിപ്പൽ ചെയ്യും. ഇതൊക്കെ നേരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സൗത്തും നോർത്തും അടുത്ത് വരികയാണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചതുപോലെ, അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് പഠിച്ചിട്ടില്ലേ? അതേ കാര്യം തന്നെ ഇവിടെ വീണ്ടും വരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയണ ഒരു ഒബ്സർവേഷനാണ് കേട്ടോ. അപ്പോൾ തേർഡ് പോയിന്റ് ഓർമ്മിച്ചോളൂ. There is a repulsive force when north poles of two magnets are brought close together. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാർ മാഗ്നറ്റിനെ നിങ്ങൾ മുറിച്ചു. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള മാഗ്നറ്റ് ആണ്. നോർത്ത് പോൾ സൗത്ത് പോൾ. നിങ്ങൾ അയാളെ കട്ട് ചെയ്ത് രണ്ട് പീസുകളാക്കി മാറ്റിയാൽ ഈ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ ഗോസസ് ലോ എന്നാണ് പറയുക. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്നാണ് പറയുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നോക്കൂ, ഇതുകൊണ്ട് ഇയാളെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നോർത്തും സൗത്തും വന്നു. അതുപോലെ സൗത്തിനെ കട്ട് ചെയ്തപ്പോൾ സൗത്തും നോർത്തും വന്നു. അപ്പോൾ ഒരു വലിയ മാഗ്നറ്റിനെ കട്ട് ചെയ്ത് രണ്ട് പീസുകളാക്കിയാൽ നോർത്തും സൗത്തും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റുകളായിട്ട് മാറും വരും. ഇയാളെ വീണ്ടും കട്ട് ചെയ്താൽ വേറെ രണ്ടെണ്ണണ്ടായി. അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്കറിയാം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചാർജുകളുണ്ട്. പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവരുടെ കോംബോ വരാറുണ്ട്. ലൈക്ക് ഡൈപോൾസ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇവിടെ ഡൈപോൾസ് മാത്രമേ ഉള്ളൂ. അതായത് നോർത്ത് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ആരുമുണ്ട്, സൗത്തും ഉണ്ട്. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്.
ഇത് ആരുടെ കോൺസിക്വൻസാണ് ചോദിച്ചാൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ പറയുന്നുണ്ട് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് വെൻ യു കട്ട് എ മാഗ്നറ്റ് ഇൻ ടു പീസസ് വി വിൽ ഗെറ്റ് മാഗ്നറ്റ്സ്. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ആസ് പെർ NCERT, it is possible to make magnets out of iron and its alloys. മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് അയൺ, കൊബാൾട്ട്, നിക്കൽ അങ്ങനെയുള്ള എലമെൻറ്റുകളാണ്. കാരണം അവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മൾ ഫെറോ എന്നാണ് പറയുക, ഫെറോ മാഗ്നറ്റ്സ്. ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ കോവിഡൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്ലസ്റ്റർ എന്ന് കേട്ടില്ലേ, ക്ലസ്റ്റർ ഫോർമേഷൻ. അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും അതിനകത്ത്. അതായത് ഈ അയണിനകത്തൊക്കെ ആറ്റംസ് ഉണ്ട്, ആറ്റംസൊക്കെ ടൈറ്റ്ലി പാക്ഡ് ആണ്. ഈ ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എന്തുണ്ടാവും ചോദിച്ചാൽ ഓരോരോ ആറ്റങ്ങളും ആരായിട്ട് ബിഹേവ് ചെയ്യും, ടൈനി മാഗ്നറ്റുകളെ പോലെ ബിഹേവ് ചെയ്യും. കാരണം ഓരോരോ ആറ്റങ്ങളും കറണ്ട് ലൂപ്പുകളാണ്. ആ കറണ്ട് ലൂപ്പുകൾ ആരെ പോലെ ബിഹേവ് ചെയ്യും, ടൈനി മാഗ്നറ്റ്സിനെ പോലെ ബിഹേവ് ചെയ്യും. ഈ കറണ്ട് ലൂപ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നൊരു ക്ലസ്റ്റർ ഫോർമേഷൻ നടത്തോടെ. നമ്മൾ ഡൊമൈൻസ് എന്നാണ് പറയുക ശരിക്കും. ഡൊമൈൻ, ഒരു ഡൊമൈനകത്ത് ഏകദേശം 10⁹ ആറ്റംസ് ഒക്കെ വരും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഡയറക്ഷനിൽ എന്ത് കാണിക്കും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കും. അങ്ങനെയുള്ള ക്ലസ്റ്ററുകൾ ഉണ്ടല്ലോ, ഈ ക്ലസ്റ്ററുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേരും എപ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ. അതായത് നമ്മളതിന് പറയുക എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലസ്റ്ററുകളെല്ലാം ചേർന്ന് ഭയങ്കര ബിഗ് ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ ഉണ്ടാവുമെന്നാണ് പറയാം കേട്ടോ. അപ്പോൾ അയൺ ഒരു എക്സാമ്പിളാണ്. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അയൺ ട്രാൻസിഷൻ മെറ്റലാണ്, നിങ്ങൾക്ക് അറിയാം, ട്രാൻസിഷൻ മെറ്റലാണ്. പിന്നെ അതിൻ്റെ ക്യൂറി ടെമ്പറേച്ചർ എന്ന് ഇവിടെ കാണാം. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ പഠിപ്പിക്കും. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വളരെ ഫീബിളായിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഡയ, കുറച്ചുകൂടെ കുഴപ്പമില്ലാതെ കാണിക്കുന്ന പാര, വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഫെറോ. ഈ അയൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫെറോ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഈ ഫെറോ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഒരുപാട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ക്ലസ്റ്റർ ഫോർമേഷൻ ഇല്ലാതെയാവും, ഡൊമൈൻസ് ഒക്കെ ബ്രേക്കായി സാധാരണ ആറ്റങ്ങളെ പോലെയാവും. അങ്ങനെ ആകുമ്പോൾ എന്താ ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ അയാൾ പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഈ ഫെറോ മാഗ്നറ്റ് പാരാമാഗ്നറ്റ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഫെറോ മാഗ്നറ്റ് പാരാമാഗ്നറ്റായി മാറുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അയൺ ട്രാൻസിഷൻ മെറ്റൽ, ക്യൂറീസ് ടെമ്പറേച്ചർ 1043 കെൽവിൻ, വളരെ വലിയ ടെമ്പറേച്ചറാണ്. ഇറ്റ്സ് എൻ അമോർഫസ് നോൺ ക്രിസ്റ്റലൈൻ, നിങ്ങൾക്ക് അറിയാം. ദെൻ അനദർ എക്സാമ്പിളാണ് കൊബാൾട്ട്, ട്രാൻസിഷൻ മെറ്റൽ തന്നെയാണ്. ക്യൂറീസ് ടെമ്പറേച്ചർ 1388. അതായത് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, വൺസ് മാഗ്നറ്റ് ആയതിനു ശേഷം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ലൂസ് ആവുള്ളൂ. കാരണം ഈ എല്ലാ സബ്സ്റ്റൻസുകളെയും മാഗ്നറ്റ് ആക്കി മാറ്റാൻ നമ്മൾ ആദ്യം എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യണം. ആ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ മാഗ്നറ്റായി. ചിലർ അങ്ങനെ തന്നെ അങ്ങ് തുടരും. അപ്പോൾ നമ്മൾ അതിനെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് എന്ന് പറയും. ഈ മാഗ്നറ്റുകളെ പിന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ ചൂടാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ചൂടാക്കുമ്പോൾ വളരെ ഉയർന്ന ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കിയാൽ മാത്രമേ ഈ കൊബാൾട്ടിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ലോസ് ആവുള്ളൂ. ഇപ്പോൾ ക്യൂറീസ് ടെമ്പറേച്ചർ എന്താ, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചോളൂ. വാട്ട് ഈസ് ക്യൂറീസ് ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫെറോ മാഗ്നറ്റ് ബിക്കംസ് പാരാമാഗ്നറ്റ്. ഇത് ഗ്രാഫിക്കൽ ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വരും സെഷൻസിൽ പഠിക്കും കേട്ടോ. അതുപോലെ നിക്കൽ ഈസ് അനദർ അമോർഫസ് ട്രാൻസിഷൻ മെറ്റൽ കേട്ടോ. ക്യൂറീസ് ടെമ്പറേച്ചർ 627 ആണ്. ബൈഹാർട്ട് ചെയ്യാനൊന്നും വേണ്ട, നമുക്ക് ഇനിയും വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. ഞാൻ NCERT ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഗഡോലിനിയം, ഡിസ്പ്രോസിയം, പെർമാലോയ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കാണാമല്ലോ. ഇവരൊക്കെ എക്സാമ്പിളാണ്. ഗഡോലിനിയം, ഡിസ്പ്രോസിയം, പെർമാലോയ്, അതുപോലെ തന്നെ ഓറൈറ്റ്, വൈറാക്കൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഇതെല്ലാം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. ചിലത് മെറ്റലാണ്, ചിലത് അലോയ്സ് ആണ്. ഒരുപാടുണ്ട് അങ്ങനെ മെറ്റൽ. മ്യൂ മെറ്റൽ, സ്റ്റാലോയ്, പെർമാലോയ്, സൂപ്പർമാലോയ്, അങ്ങനെയൊക്കെ നല്ല സ്ട്രോങ് മാഗ്നറ്റുകളാക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളുണ്ട് കേട്ടല്ലേ. വലിയ റിസർച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ. അതായത് ഭയങ്കര മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെരി സ്ട്രോങ് ആയി കാണിക്കുന്ന സബ്സ്റ്റൻസുകൾ. അയണിനെക്കാളിനൊക്കെ എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റുകളുണ്ട്. അയൺ, കൊബാൾട്ട്, നിക്കൽ, അൽനിക്കോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെരി വെരി സ്ട്രോങ് ആണ് സൂപ്പർമാലോയ്. കാരണം അയാളെ നമുക്ക് വെരി 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 സ്ട്രോങ് മാഗ്നറ്റാക്കി മാറ്റാൻ പറ്റും കേട്ടോ. യെസ്. ദെൻ നമ്മളിനി പോകുന്നത് ബാർ മാഗ്നറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ നമുക്ക്
ജനറലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ആണിത്. നോർത്ത് പോൾ സൗത്ത് പോൾ, ഇതാ ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ സൗത്ത് പോൾ ഉണ്ട്, ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, രണ്ട് പോൾസ്. നോർത്ത് പോൾ ഉണ്ടെങ്കിൽ കൂടെ ആരും ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടായിരിക്കും. ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാം സോളിനോയിഡിലോട്ട് പോയാൽ സോളിനോയിഡിൻ്റെ ഫീൽഡ് ലൈൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതാ അപ്പോൾ ഞാനൊരു സോളിനോയിഡ് വരച്ചു, ഒരു സ്മോൾ സോളിനോയിഡ് വരച്ചു. ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫീൽഡ് ലൈൻസ് ഇതാ ഇവിടുന്ന് പുറത്തോട്ട് പോയി, കളറൊന്ന് മാറ്റാം, ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നു, ഇവിടെ ഉള്ളിലോട്ട് വരുന്നു അല്ലേ പഠിച്ചത്. ഇങ്ങനെ വരുന്ന ഫീൽഡ് ലൈൻ ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരും അല്ലേ പഠിച്ചത് അല്ലേ. അത് ആരുടെ ഫീൽഡാണ്? സോളിനോയിഡിൻ്റെ. ഇതിൻ്റെ കണ്ടോ ഈ വെൽ ഇൻസൈഡ് ഭാഗങ്ങളിൽ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ സോളിനോയിഡിൻ്റെ ആക്സിസിന് പാരലായിട്ടല്ലേ നമ്മൾ വരച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ബാർ മാഗ്നറ്റും. ബാർ മാഗ്നറ്റിൻ്റെ ഉൾഭാഗത്ത് ഫീൽഡ് ലൈൻസ് ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്തിന് എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. ഇതാ ഇവിടെ ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ ഇവിടെ ഇങ്ങനെയും വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സോളിനോയിഡിൻ്റെ ഫീൽഡ് ലൈൻസും അതുപോലെ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസും ഒരുപോലെ ഇരിക്കും കേട്ടോ. നമുക്കിങ്ങനെ പറയാം, നോർത്ത് പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എവിടെ വന്ന് അവസാനിക്കുന്നു? നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വന്ന് അവസാനിക്കുന്നു? സൗത്ത് പോളിൽ വന്ന് അവസാനിക്കുന്നു. ഇവർ കണ്ടിന്യൂസ് ലൂപ്സാണ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് or a solenoid form continuous closed loops. See, ഇതാ ഇങ്ങനെ പോയി ഉണ്ടോ, അതിങ്ങനെ പോയി ഇങ്ങനെ വരുന്നു. ഒരെണ്ണം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ, നമുക്ക് എത്ര വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അതായത് ഈ ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങ് അറ്റം വരെ പോയി അവിടുന്ന് കറങ്ങി ഇങ്ങനെ വന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഇവിടെ ഫീൽഡ് ലൈൻസ് എങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ? ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും. ഇപ്പം എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ? ഇപ്പം ഇതാണ് ബാർ മാഗ്നറ്റിക്, ഈ വരച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു ടൈനി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് എടുക്കുക. കോമ്പസ് ബോക്സ്, ആ കോമ്പസ് ബോക്സിനകത്ത് വളരെ ചെറിയ നീഡിൽ ഉണ്ടാവില്ലേ? ആ നീഡിലിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ആ നീഡിൽ കാണിച്ചു തരുന്ന ട്രാക്ക് പാത്ത്, ആ പാത്ത് നമ്മൾ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വന്നാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? Magnetic field lines are imaginary lines around a magnet or a solenoid in which a free north pole would move എന്നാണ് നമ്മൾ ഡെഫിനിഷനായിട്ട് പറയാറുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു ലൈനൊന്നുമില്ല, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫീൽഡ് ലൈൻസ് എന്ത് ഫോം ചെയ്യുന്നു? ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നു. ഇതല്ല കേട്ടോ, ഇത് ഈ വരച്ചിരിക്കുന്നത് ജസ്റ്റ് നോർത്ത് പോളിന് കാണിക്കാൻ വേണ്ടി വരച്ച ഒരു ലൈനാണ്. ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വരുന്ന ഇതാണ് ക്ലോസ് ലൂപ്സ് കേട്ടോ. ഇങ്ങനെ വരുന്നില്ലേ, ഇതാണ് ക്ലോസ് ലൂപ്പ്. കണ്ടോ ഇവിടെയൊക്കെ കാണിച്ചിട്ട് ക്ലോസ് ലൂപ്സ് ഫോം ചെയ്യുന്നു കേട്ടോ. അത് ബാർ മാഗ്നറ്റും അതുപോലെ തന്നെ സോളിനോയിഡും ഒരുപോലെ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങളൊരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും വെച്ചാൽ ഫീൽഡ് ലൈൻ ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് എന്നല്ലേ പഠിച്ചുള്ളത്? അങ്ങനെയല്ലേ പഠിച്ചത്? ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇങ്ങനെയല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളത്? അതുപോലെയല്ലേ ഇവിടെ കണ്ടോ, നോക്കി നോക്കൂ, ഇങ്ങനെ വരുന്നൊരു ഫീൽഡ് ലൈൻ ഒരിക്കലും ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ലൂപ്സാണ്. ഇവിടെ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ലൂപ്സാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഓർമ്മിച്ചോളൂ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫീൽഡ് ലൈൻസ് ആർ ഡിസ്കണ്ടിന്യൂസ്. അതേസമയത്ത് മാഗ്നറ്റിക്സത്തിലേക്ക് വരുമ്പോൾ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ലൂപ്പുകളാണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് ബിഗിൻ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ അവസാനിക്കുന്നു എന്ന്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ദേ സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ അത് റോങ്ങാണ്. കണ്ടിന്യൂസ് ലൂപ്പുകളാണ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റൊക്കെ നിങ്ങൾക്ക് അറിയാം. ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻ, ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി ഗിവൺ പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഈ ഒരു പോയിന്റിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പോകുന്ന ഫീൽഡ് ലൈന് ടാൻജന്റ് വരച്ചാൽ മതി. ഈ പോയിന്റിൽ വേണമെങ്കിൽ അവിടെ ടാൻജന്റ് വരച്ചാൽ മതി. ഈ പോയിന്റിൽ വേണമെങ്കിൽ ഇങ്ങോട്ട് ടാൻജന്റ് വരയ്ക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഉണ്ടോ ഈ പോയിന്റിൽ എന്ന് പറയുമ്പോൾ ടാൻജന്റ് ഇങ്ങനെയല്ലേ വരിക?
ഈ പോയിന്റിലോ ഇതാ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഏത് പോയിന്റിലാണോ ഫീൽഡ് വേണ്ടത് ആ പോയിന്റിൽ നിങ്ങൾ ആ ലൈനിന് നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ടാൻജൻറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ദെൻ ലാർജർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ സ്ട്രോങ്ങർ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു ബാർ മാഗ്നറ്റിലോട്ട് വരുമ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? കമോൺ, യൂണിഫോം ഓർ നോൺ യൂണിഫോം? No doubt, the field produced by bar magnet is a non-uniform field. Non-uniform field. എന്താ റീസൺ? നോക്കൂ, ഈ ഭാഗങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ ഇതിൻ്റെ എൻഡ്, ഈ ഒരു പോയിന്റ് എടുത്താൽ എത്രയാണോ ഫീൽഡ് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫോളെ വരും, പകുതി. അതായത് പോയിന്റ് ടു പോയിന്റ് എന്ത് മാറുന്നുണ്ട്? ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഡയറക്ഷൻ മാറുന്നതിനൊപ്പം തന്നെ എന്തും മാറുന്നുണ്ട്? മാഗ്നറ്റ്യൂഡും മാറുന്നുണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റ് അതിന് ചുറ്റുണ്ടാക്കുന്ന ഫീൽഡ് ഒരു യൂണിഫോം ഫീൽഡ് അല്ല. നമ്മൾ പറയാറുണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഈസ് സ്ട്രോങ്ങർ കമ്പയർഡ് ടു ഫീൽഡ് അലോങ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് ബാർ മാഗ്നറ്റിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഫീൽഡ് എടുത്താൽ ആ ഫീൽഡ് ആക്സിയൽ ലൈനിലെ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വീക്കാണെന്ന്. എവിടെയാണ് സ്ട്രോങ്? ആക്സിസിൽ സ്ട്രോങ്, ഇക്വറ്റോറിയൽ ലൈനിൽ വീക്ക്. അതുകൊണ്ട് എർത്തിൻ്റെ ഫീൽഡ് നിങ്ങൾ നേരത്തെ ബാർ മാഗ്നറ്റ് പഠിപ്പിച്ചില്ലേ? എർത്തിൻ്റെ ഫീൽഡ് നോൺ യൂണിഫോം ഫീൽഡാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? സെയിം റീസൺ കേട്ടോ. ദെൻ ഇപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞു. ദെൻ ലാർജർ ദ ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പറഞ്ഞല്ലോ. അതായത് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയി വരുന്ന ഭാഗം, അവിടെ കുറേ ഫീൽഡ് ലൈൻസ് കുറേ എണ്ണം വരുന്നുണ്ടല്ലോ, കുറേ എണ്ണം വരുന്നില്ലേ? ഈ ഭാഗങ്ങളിൽ ഫീൽഡ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും, ഇവിടെ വീക്ക് ആയിരിക്കും. അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. ദെൻ അവസാനത്തെ പോയിന്റിലോട്ട് പോകുന്നു. ഈ ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ നോക്കൂ, ഈ ഒരു ഫീൽഡ് ലൈൻ ഇതാ ഇങ്ങനെ വരുന്നു, വേറൊരു ഫീൽഡ് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരിക്കലും വരില്ല. ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ചെയ്തുള്ള ഇഷ്യൂ എന്താ അറിയോ? ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ടും മാർക്ക് ചെയ്യേണ്ടി വരും. നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനൊരു സിംഗിൾ ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യരുത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. ഇഫ് ദേ ഇന്റർസെക്ട് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് പോസസ് മോർ ദാൻ വൺ ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നെറ്റ് ഫീൽഡിന് ഒരു ഡയറക്ഷനേ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 4 പോയിന്റുകൾ ഓർമ്മിക്കണം. ഫസ്റ്റ് വൺ, what is magnetic field lines? Magnetic field lines are those imaginary lines along which a free north pole would move. First point, magnetic field lines are continuous loops. Okay, they start from north pole, they end at south pole. It is wrong. They are continuous loops. Number 2, the direction of magnetic field at any point is obtained by drawing tangent to the field line at that point. Third point, if magnetic fields are crowded in a region, it means the field in that region is strong. Fourth point, magnetic field lines never intersect. The field lines due to a bar magnet never intersect. If they intersect at the point of intersection, field possesses more than one direction. It is impossible. പിന്നെ ബാർ മാഗ്നറ്റിനെ കുറിച്ചും സോളിനോയിഡിനെ കുറിച്ചും പറയുമ്പോൾ അറിയേണ്ട കാര്യം, ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ നിയർലി ഐഡൻറ്റിക്കൽ. ദ ഫീൽഡ്സ് ആർ നോട്ട് യൂണിഫോം, നോൺ യൂണിഫോം ഫീൽഡ്സ്. പിന്നെ ഒരു ടിപ്പിക്കൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഏകദേശം എന്തോ ഓർഡറിലാണ് വരിക? ടിപ്പിക്കൽ ബാർ മാഗ്നറ്റ് ഇത്രയും ലെങ്ത്തുള്ള ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഒരു 10⁻² ടെസ്ലയൊക്കെ വരുള്ളൂ. 10⁻² ടെസ്ല ടിപ്പിക്കൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. 1 ടെസ്ലയൊന്നും പറ്റില്ല കേട്ടോ. 1 ടെസ്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ഫീൽഡാണ്. അത്ര വലിയ സ്ട്രോങ് ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം നേരത്തെ ഞാൻ പഠിപ്പിച്ചില്ലേ, എർത്തിൻ്റെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വരുന്നത് ഏകദേശം 0.34 ഗോസ് എന്നാണ് പറയുക. 34 ഗോസ്, അതായത് 0.34 × 10⁻⁻4 ടെസ്ല. അപ്പോൾ അതായത് എർത്തിൻ്റെ ഫീൽഡ് വരുന്നത് ഒരു 10⁻⁻5 ഓർഡറിലാണ്. എർത്തിൻ്റെ ഫീൽഡ് വരുന്നത് 10⁻⁻5 ഓർഡറിലാണ്. കാരണം അത്ര വലിയ സ്ട്രോങ് ഫീൽഡൊന്നും എർത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു തരത്തിൽ നമ്മൾ ലക്കിയാണ്. എർത്തിൻ്റെ ഫീൽഡ് ഒരുപാട് സ്ട്രോങ് ആയിരുന്നെങ്കിലുള്ള ഇഷ്യൂ എന്താ അറിയോ? ആ ഫീൽഡും നമ്മുടെ ബോഡിയിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒക്കെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ അപ്സെറ്റ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എർത്തിൻ്റെ ഫീൽഡ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്, പക്ഷേ വളരെ വീക്ക് ഫീൽഡാണ്. 0.34 ഗോസ് റേഞ്ചിലേക്കേ ഉള്ളൂ. നിങ്ങൾ തന്നെ പഠിച്ചിട്ടില്ലേ, ഈ നമ്മുടെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിൻ്റെ നമ്മൾ തല വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ സാധാരണ നോർത്തിലോട്ട് വെക്കാറില്ല, ഉണ്ടോ?
നോർത്തിലേക്ക് വയ്ക്കുമ്പോഴുള്ള ഇഷ്യൂ എന്താ അറിയോ, എർത്തിൻ്റെ ഫീൽഡ് ലൈൻസും അതേ ഡയറക്ഷനിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്തുണ്ടാവും ചോദിച്ചാൽ, നമ്മൾ നോർത്തിലോട്ട് തലവെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ഈ ഫീൽഡ് ലൈൻസ് നമ്മുടെ ബോഡിയിലൂടെ പോവുകയും നമ്മുടെ ബോഡിക്കകത്തുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, അയൺ കൊബാൾട്ടിൻ്റെ ഒക്കെ ചെറിയ ചെറിയ എമൗണ്ട് ഉണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, നമ്മുടെ ബോഡി മാഗ്നറ്റൈസ്ഡ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തതിന് ശേഷം ബെഡ്റൂമിൽ ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെ സെറ്റ് ചെയ്യണം, ഒരിക്കലും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ തല എവിടേക്ക് വെക്കാൻ പാടില്ല, നോർത്ത് ഡയറക്ഷനിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ പക്ഷേ അത്ര ഒരു അല്പസമയം കിടന്നുറങ്ങുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല, കാരണം എർത്തിൻ്റെ ഫീൽഡ് ഞാൻ പറഞ്ഞല്ലോ അത്ര ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷേ പെർമനൻ്റായിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. യെസ്, ഞാൻ ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്തത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞുതരാം. നോക്കൂ, ഇതാ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഒരു ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ, യു പ്ലേസ് ഇറ്റ് മീൻസ് സ്റ്റേഷനറി. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്? പറയൂ. ഈസ് ദർ എനി ഫോഴ്സ്? നോ. കാരണം നിങ്ങൾ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലോറൻസ് ഫോഴ്സ് ആക്ട്സ് ഓൺലി വെൻ ദ ചാർജ് ഈസ് മൂവിങ്. ഇവിടെ സ്റ്റേഷനറി ആണ് ചാർജ്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ആ ഡയറക്ഷനിൽ ദർ ഈസ് നോ ഫോഴ്സ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒരിക്കലും നിങ്ങൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയരുത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരും, രണ്ട് ചാർജുകൾ, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. ഞാൻ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യാം. നോക്കൂ, ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ പോകുന്ന ഫീൽഡ് ലൈൻ ഇങ്ങനെ കയറി വരും, ഇതുപോലെ ഇങ്ങോട്ടും വരും. ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇപ്പോൾ ഈ പോയിന്റിൽ ഞാൻ ഒരു പ്ലസ് ചാർജിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. നോക്കൂ, ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, +Q. ഇവിടെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റിൽ വെച്ചാൽ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടല്ലേ, അപ്പോൾ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും ആ ഡയറക്ഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, F എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇതാ ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇതാ ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആൾസോ കോൾഡ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ യു കോൾ ഇറ്റ് ആസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. റീസൺ മനസ്സിലായോ? കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് സ്റ്റേഷനറി ആയി കൊണ്ടുപോയി വെച്ചാലും അതിന് മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരിക്കലും ഫോഴ്സ് ആക്ട് ചെയ്യില്ല. ഇനി വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും അതുപോലെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും സെയിമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചാർജ് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ഫീൽഡ് ലൈൻസിന് പാരലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും ഫോഴ്സ് ഇല്ല മാഗ്നറ്റിസത്തിൽ. അപ്പോൾ ഇത്ര പറയുന്നു. എന്താണ് ഓർമ്മിച്ച് വെക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒരിക്കലും നിങ്ങൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയരുത്. ഓക്കെ, ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. അതിൽ കീ പോയിന്റ് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡിസ്കണ്ടിന്യൂസ് ലൈൻസ് ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. പിന്നെ പറയേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആൾസോ കോൾഡ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ യു കോൾ ഇറ്റ് ആസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കുറേ സിമിലർ ആണ്. അതായത് ഡയറക്ഷൻ രണ്ടും ടാൻജൻറ്റ് വരച്ചാൽ മതി, പിന്നെ ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യരുത്, പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പോർഷൻസ് ഇതാണ് ബേസിക്സ്. നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോളിനോയിഡ് ആരെ പോലെ ബിഹേവ് ചെയ്യും, മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യും, അത് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.